നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ആരാധകർക്കും അനുയായികൾക്കും പരേതനായ മുൻമന്ത്രി KM മാണി ഒരു അവതാര പുരുഷനായിരുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഒരു അവതാരപ്പിറവിയുടെ എല്ലാ സ്നേഹ സാന്ത്വന രൗദ്രഭാവങ്ങളുമുള്ള ഒരു ഉത്തമ പുരുഷനായിരുന്നു അദ്ദേഹം. എന്നാൽ എതിരാളികൾക്ക് അദ്ദേഹം ഒരു ലൂസിഫർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് പഞ്ഞമില്ലായിരുന്നു. KM മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ചെറുതല്ല. 50 വർഷം ഒരു മണ്ഡലത്തെ സ്വന്തം സാമ്രാജ്യമായി അദ്ദേഹം ഭരിച്ചു, അതും ഒരു പാർട്ടിയിൽ തന്നെ നിന്ന്. സ്വന്തം പാർട്ടിയിൽ തന്നെ നിന്ന് പാലയുടെ ചരിത്രം എന്ന് എഴുതിയാലും അതിലെ ഏറെ അധ്യായങ്ങൾ KM മാണിക്ക് വേണ്ടി നീക്കിവെക്കേണ്ടി വരും. KM മാണി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് കേരള കോൺഗ്രസിലായിരുന്നില്ല, മറിച്ച് കോൺഗ്രസിലായിരുന്നു. KM ജോർജിന്റെയും ബാലകൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ KM മാണി അതിൽ അംഗമായിരുന്നില്ല. തുടർന്ന് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ KM ജോർജ് ആയിരുന്നു മാണിയെ പാർട്ടിയിൽ എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഒരു അംബാസിഡർ കാറും 5000 രൂപയും നൽകിയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് KM ജോർജിന്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്. അന്നു മുതൽ KM മാണി പരാജയം അറിഞ്ഞിട്ടില്ല. നല്ല പാലുള്ള റബ്ബർ മരം പോലെ പടർന്നു പന്തലിക്കാൻ KM മാണിക്ക് കേരള കോൺഗ്രസ് മതിയായിരുന്നു. നേതൃത്വത്തിലെത്തിയപ്പോഴേ മാണി സാർ പാർട്ടിയിൽ തന്റെ വേരുകൾ ആഴ്ത്തി. അത് പാർട്ടിയുടെ പിളർപ്പിലാണ് അവസാനിച്ചത്. KM ജോർജ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസിനെ പിളർത്തി KM മാണി സ്വന്തം കേരള കോൺഗ്രസ് ഉണ്ടാക്കി. പിന്നീട് കേരള കോൺഗ്രസ് പലതവണ പിളർന്നിട്ടുണ്ട്. വളരും തോറും പിളരും, പിളരും തോറും വളരുമെന്ന സിദ്ധാന്തം മാണി സാർ രൂപകൽപ്പന ചെയ്തതും ഈ അനുഭവങ്ങളിൽ നിന്നാകാം. കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാർ പലരും മാണിയുടെ കേരള കോൺഗ്രസിലെ നേതാക്കന്മാരായിരുന്നു. ഇതിൽ ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നു, പലരും കാലം പൂകിയിരിക്കുന്നു. PJ ജോസഫ്, ജോർജ് J മാത്യു, TM ജേക്കബ്, E ജോൺ ജേക്കബ്, സക്കറിയ തോമസ്, PC തോമസ് എന്നിവരെല്ലാം ഓരോരോ കാലങ്ങളിൽ മാണി വിഭാഗം കേരള കോൺഗ്രസിനെ പിളർത്തി പുറത്തുപോയവരാണ്. ആരൊക്കെ എത്ര തവണ പിറന്നാലും കേരള കോൺഗ്രസിന്റെ വലിയ കഷ്ണം എന്നും സ്വന്തമായി സൂക്ഷിക്കാൻ KM മാണിക്കായിട്ടുണ്ട്. പിളർന്നു പോയവർ തിരിച്ചു വന്നപ്പോൾ അവരെ ആലിംഗനം ചെയ്യാനും പിന്നീട് പുറത്താക്കാനും KM മാണി മടിച്ചിട്ടില്ല. കാണികളെയും ആരാധകരെയും എന്നും ചേർത്തു നിർത്താനുള്ള ഒരു കരിസ്മ KM മാണിക്കുണ്ടായിരുന്നു. പള്ളിയെയും പട്ടക്കാരെയും NSSനെയും SNDPയെയും എന്നും ചേർത്തു നിർത്താൻ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയം. പലതവണ മനംമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും 1980 മുതൽ മാണി വിഭാഗം കേരള കോൺഗ്രസ് UDFന്റെ കൂടെയായിരുന്നു. ഇത് മരിക്കും വരെ അദ്ദേഹം തുടർന്നു. UDFനെ നയിക്കുമ്പോഴും അതിലെ മറ്റു നേതാക്കന്മാരെ സൂചിമുനയിൽ നിർത്തി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ KM മാണി എന്നും വിരുദു കാട്ടിയിട്ടുണ്ട്. മരിക്കും സമയം അദ്ദേഹം UDFുമായി ഒട്ടൊരകൽച്ചയിലായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് അനന്തരാവകാശിയായ ജോസ് K മാണി LDFിലെത്തിയത്. മാണിയുടെ മരണത്തോടെ കേരള കോൺഗ്രസിൽ വലിയൊരു പിളർപ്പ് തന്നെ സംഭവിച്ചു. അതുവരെ പാർട്ടി ചെയർമാനായിരുന്ന CF തോമസ് വരെ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയി. പാർട്ടി പിടിച്ചെടുക്കാനുള്ള ജോസ് K മാണിയുടെ ശ്രമത്തിനെതിരെയുള്ള വികാരമായിരുന്നിതെന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും മാണി സാർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കൾ ഏറെയായിരുന്നു. പാപ്പന്മാരും കാപ്പന്മാരുമൊക്കെ ഇതിൽ പെടുമായിരുന്നു. ഇതൊക്കെ ചില സിനിമകളിൽ പ്രതിപാദ്യ വിഷയമായിരുന്നു. മാണി സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ജോസ് K മാണിക്കും എതിരാളികൾ കുറവല്ല. അക്കൂട്ടത്തിലൊന്നാണ് പാലായിലെ പുളിക്കക്കണ്ടം ഫാമിലി. ജോസ് K മാണി പാലായിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സർവ്വ അടവും പയറ്റിയവനാണ് മറ്റൊരു പാർട്ടിയുടെ ജില്ലാ നേതാവായിരുന്ന ബിനു പുളിക്കക്കണ്ടം എന്ന് പറയപ്പെടുന്നു. അതിന്റെ ചുരുക്ക് ജോസ് K മാണി ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ധാരണ. അതാണ് LDFിലെത്തിയിട്ടും തുടർന്നു വന്നത്. ബിനു പാലാ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ അയാളെ പരാജയപ്പെടുത്താൻ ജോസ് K മാണിയും 18 അടവും പയറ്റി. എന്നിട്ടും ബിനു ജയിച്ചു. ജോസ് K മാണി ഉൾപ്പെടെ ഇടതു മുന്നണി പാലാ മുനിസിപ്പാലിറ്റി പിടിച്ചു. മുന്നണി ധാരണ പ്രകാരം 2ാം ടേമിലെ 2.5 വർഷം ചെയർമാൻ സ്ഥാനം CPMനായിരുന്നു. 2ാം ടേമിൽ ബിനുവിനെ ചെയർമാനാക്കാമെന്നായിരുന്നു CPM തീരുമാനം. എന്നാൽ ചെയർമാൻഷിപ്പ് കൈമാറേണ്ട സമയം എത്തിയപ്പോൾ ബിനുവിനെ ചെയർമാനാക്കാൻ ജോസ് K മാണി സമ്മതിച്ചില്ല. CPM സംസ്ഥാന കമ്മിറ്റി പോലും രഞ്ജിപ്പിന് ശ്രമിച്ചിട്ടും ജോസ് K മാണി സമ്മതിച്ചില്ല. CPM ജോസ് K മാണിക്ക് വഴങ്ങിയപ്പോൾ ബിനു ഇടതുമുന്നണിയുമായി അകന്നു. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 2 മുന്നണികൾക്കും എതിരായി സ്വതന്ത്രനായി മത്സരിക്കുന്നു. ബിനു ഒറ്റയ്ക്കല്ല. പാലാ മുനിസിപ്പാലിറ്റിയിലെ 13, 14, 15 വാർഡുകളിൽ സ്വതന്ത്ര കൂട്ടായ്മ എന്ന പേരിൽ ബിനുവിന്റെ ഫാമിലി ഒന്നാകെയാണ് മത്സരിക്കുന്നത്. സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, മകൾ ദിയ ബിനു എന്നിവരാണ് കൂട്ടായ്മയിലുള്ളത്. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസ് K മാണിക്കുള്ള അപ്രമാദിത്വം അവസാനിപ്പിക്കണമെന്നത് മാത്രം. ഇത്തവണത്തെ വിശകലനങ്ങളിൽ LDFും UDFും ഏകദേശം ഒരുപോലെ എന്ന അവസ്ഥയാണ് പാലായിലുള്ളത്. തൂക്കുസഭയുണ്ടായാൽ 3 കൗൺസിലർമാരുടെ വിലപേശലിൽ ചെയർമാൻ സ്ഥാനം നേടിയെടുക്കുക എന്നതാണ് ബിനുവിന്റെ ലക്ഷ്യം.
അതിനു കഴിഞ്ഞില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ നോമിനി ചെയർമാൻ സ്ഥാനത്ത് എത്താതിരിക്കാനുള്ള വഴി വെട്ടുകയാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത്. ജോസ് കെ മാണിയുടെ മുന്നിൽ പാലായിൽ നിന്നും CPM-ന് 2ാം സ്ഥാനമേ ഉള്ളൂ. ഇതുകൊണ്ട് ജോസ് കെ മാണി പലപ്പോഴും ഇവിടെ CPM-നെ വരച്ച വരയിൽ നിർത്താറുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ CPM-ഉം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ബിനു പുളിക്കക്കണ്ടത്തിന് രഹസ്യമായി CPM എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നുള്ളതാണ് പരസ്യമായ രഹസ്യം. കൂടുതൽ വാർത്താവിശേഷങ്ങൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.